നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. കൊട്ടാരക്കര BRCയിൽ ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുകയാണ്. നമുക്ക് ടീച്ചറോട് ചോദിക്കാം. ഇന്ന് ഡിസംബർ 3 നമ്മുടെ ലോകം മൊത്തം വേൾഡ് ഡിസേബിൾഡ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആചരിക്കുകയാണ്. അപ്പം സാധാരണ സ്കൂളുകൾ തന്നെയാണ് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും പഠിക്കുന്നത്. അവർക്ക് വേണ്ടി വളരെയധികം പ്രോഗ്രാം സമഗ്ര ശിക്ഷ കേരള നടത്തി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, അതായത് നമ്മുടെ കൊട്ടാരക്കര സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി സെലക്ട് ചെയ്ത് നമ്മുടെ BRCയിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ടിയിട്ട് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അവരിൽ എത്രത്തോളം കഴിവുകളുണ്ടോ അതിനെ മൊത്തം മനസ്സിലാക്കി അവരുടെ അധ്യാപകർ അവരെ ഇവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മുടെ BRCയുടെ വകയായിട്ട് സമ്മാനം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ, അതായത് സബ് ജില്ലാ കലോത്സവം, കായികമേള, വർക്ക് എക്സ്പീരിയൻസ്, ഇതിലെല്ലാം പങ്കെടുത്ത് ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച കുഞ്ഞുങ്ങളെ ഇവിടെ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ തടയാകും നീ, എങ്ങനെ തുണയാകും നീ, എങ്ങനെ മരമാകും നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ ഇരുവളർന്നൊരു തൊടിയിൽ വേരു നടന്നൊരു വഴിയിൽ പേരറിയാത്ത കിളികൾ, പേരറിയാത്ത വഴികൾ. ഈ കനവിലെന്തു ഭാരം, കാഴ്ച എത്ര ദൂരം, നോവിനെന്തു നീളം, ഞാൻ വിഴിയടയ്ക്കുവോളം. ഈ കനവിനെന്തു ഭാരം, കാഴ്ച എത്ര ദൂരം, നോവിനെന്തു നീളം, ഞാൻ വിഴിയടയ്ക്കുവോളം. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. ഏറ്റവും ബഹുമാനപ്പെട്ട AEO ബിന്ദു ടീച്ചർ, നമ്മുടെ VPC സ്മിത ടീച്ചർ, പിന്നെ പ്രകാശ് സാർ, പിന്നെ രേഖ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിതാക്കിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണി മുതൽ തുടങ്ങിയ പ്രോഗ്രാമാണ്. ഇപ്പോൾ സമയം 3 മണിയോട് അടുക്കുന്നു. ഇത്രയും സമയം കടന്നുപോയത് അറിഞ്ഞില്ല. ശരിക്കും ഇതിനകത്ത് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, രക്ഷിതാക്കളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അധ്യാപകരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. സമാപന സമ്മേളനമാണ്. സമ്മേളനത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു ഉപഹാരം നമ്മുടെ BRCയുടെ വകയായിട്ട് നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക്, സമാപന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. ഒരു ഔപചാരിക മീറ്റിങ്ങിന്റെ പുതുമയൊന്നും ഇനി ആവശ്യമില്ലാന്ന് തോന്നുന്നു. മാഡം നമ്മളോട് എപ്പോഴും ഉണ്ട്. മാഡം രാവിലെ മുതലേ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഓടിയെത്തി ഇവിടുത്തെ പ്രോഗ്രാമുകളുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ അത് ആസ്വദിച്ചത് മാത്രമല്ല, മാഡം നന്നായി നമ്മളെ പാടി ആസ്വദിപ്പിക്കുകയും ചെയ്യും. മാഡത്തിനും പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇന്ന് എത്തിയിട്ടുള്ള ദിനപ്രകാശ് സാറിനും പിന്നെ എൻ്റെ BRC കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ. അപ്പൊ നമ്മളിന്ന് സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിന്ന് എന്ത് കൂടില്ല, ഒരു ഉത്സവം കൂടില്ലല്ലേ? രാവിലെ മുതല് പാട്ടും ഡാൻസും ആഘോഷവും വിത്ത് ഫുഡ് അല്ലേ, എല്ലാം വേണ്ടേ? അപ്പൊ നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിപാടി നടത്താന് ഉണ്ടായിരുന്ന കുറച്ച് സംശയങ്ങൾ, അതായത് ഡിഫറൻറ്റ് ഏബിൾഡ് ആയ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ശാസ്ത്രലോകം ഇത്ര വളർന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നു. ഞാൻ പലരോടും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് അത് അറിയാനൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. അപ്പൊ സാർ അത് കൃത്യമായിട്ട് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് നന്നായിട്ട് പറഞ്ഞു. അതായത്
നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനാണ് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. യാദൃശ്യമായ ഈ ഒരു വിഷയത്തിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും പറയാം, ആദ്യമായിട്ട് എല്ലാ കുഞ്ഞു മക്കൾക്കും സ്നേഹം നിറഞ്ഞ ഞാൻ എൻ്റെ പേര് ദിനപ്രകാശൻ കൊട്ടാരക്കര ഫാർമസി. ചിലരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാകും. കുറേ വർഷങ്ങൾ അവിടെ ജോലി ചെയ്ത ഗവൺമെന്റ് യോഗ ഭിന്നശേഷിച്ചിലും ഡിസംബർ 3 അസമത്വം വിവേചനം ഇതിനെ അറിഞ്ഞു വരുത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നയം. അതുകൊണ്ടാണ് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സിസ്റ്റം. നേരത്തെ സ്പെഷ്യൽ സ്കൂളൊക്കെ ആയിരുന്നു, ഇപ്പോഴത് എല്ലാ സ്കൂളിന്റെ കൂടിയാണ് നടക്കുന്നത്. ടീച്ചറിനോടൊരു സംശയം ചോദിച്ചു, പക്ഷെ ഞാൻ അതിനുള്ള ഡീറ്റെയിലേക്ക് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. ചുരുക്കി ഞാൻ പറയാം, ഒരു മനുഷ്യന്റെ എല്ലാറ്റിൻ്റെയും ജന്മം അല്ലെങ്കിൽ ജീവിതം രണ്ടിടങ്ങളിലാണ്. ഒന്ന് ഈ ഭൂമിയിലും ഒന്ന് അമ്മയുടെ വയറ്റിലും. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ വന്നപ്പോഴേ എല്ലാ സ്കൂളിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ പുരുഷ സാന്നിധ്യം എവിടെ ഉണ്ടാകാറില്ല. ഇവിടെ ഒരാൾ കണ്ടതല്ലാതെ ക്യാമറ പിടിച്ചത് പുരുഷ സാന്നിധ്യം എവിടെ ഉണ്ടാകാറില്ല. അതൊരു ദയനീയമായ അവസ്ഥയാണ്. ഇപ്പൊ അച്ഛന്മാരും കൂടി കാര്യങ്ങൾ പോലെ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വയറ്റിലും ഭൂമിയിൽ പുറത്താണ് നമ്മുടെ രണ്ട് ജീവിതം. ഈ വയറ്റിനകത്ത് ആ ഗർഭധാരണം നടക്കുന്ന കാലഘട്ടം മുതലേ നമ്മൾ വളരുകയാണ്. മനസ്സും അവിടുന്ന് വളരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും അതൊന്നും നമ്മൾ ആരും അന്വേഷിക്കുന്നില്ല. അമ്മയുടെ മനസ്സിന്റെ ആഘാതം മുതൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് മുതൽ നമ്മുടെ പരിസ്ഥിതി വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഫിസിക്കലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം സെറിബ്രൽ പാൾസി പോലത്തെ വിഷയങ്ങൾ ഉണ്ടാകാം, പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. ഇതല്ലാതെ വരുന്ന വളരെ മൈന്യൂട്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് വെച്ചാൽ, ഞാൻ പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മമാരുടെ ഭാഗത്തും ചിലപ്പോൾ അച്ഛന്മാരുടെ ഭാഗത്തും അങ്ങനെ ഉണ്ടാകാറില്ല. അവർക്ക് ഇതിന് ചെവി കൊടുക്കാറില്ല. ഒരു മൈന്യൂട്ട് എറർ ഒരു കുട്ടിയിൽ നമ്മൾ കണ്ടാൽ, അല്ലെങ്കിൽ ചെറിയൊരു എറർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ രക്ഷിതാവോട് നമ്മൾ ബന്ധുക്കളാകട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള സ്റ്റാഫാകട്ടെ, സിസ്റ്ററെ അല്ലെങ്കിൽ ടീച്ചറെ, ആ കുട്ടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് വെറുപ്പ, അംഗീകരിക്കില്ല. പിന്നീട് അത് ലാസ്റ്റ് നല്ല ട്രീറ്റ്മെന്റ് സെന്ററിൽ പോകേണ്ട അവസ്ഥയിലാവും. ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാം. ലേണിംഗ് ഡിസബിലിറ്റി പലതും ഒരു 10-12 വയസ്സ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കേസുകൾ 14 വയസ്സാകുമ്പോഴേക്കും ആൾ ആന്റി സോഷ്യലായിട്ട് കൺവെർട്ട് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളർച്ചയുണ്ടാവും, പക്ഷെ മറ്റൊന്നും കൂടെ എത്തില്ല, പഠിക്കാൻ എത്തില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ എത്തില്ല. അദ്ദേഹത്തിന് ഒരു നൈരാശ്യ ബോധത്തോടുകൂടി അയാൾ നേരെ ഓപ്പോസിറ്റ് ഡൈവേർട്ട് ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനൊരു കാരണക്കാരനായിട്ട് കാണുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ആരെങ്കിലും അറിയോ അങ്ങനെ സാധനം കേട്ടിട്ടുണ്ടോ? ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾ പലപ്പോഴും എഴുതി തള്ളുന്നൊരു വിഷയമാണ്. ആ ഭയങ്കര കുസൃതിയാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല. ഒരു നോർമലായിട്ട് ഒരു കുട്ടിയിൽ നിന്നും അധികം സർക്കസ് കാണിക്കുകയാണെങ്കിൽ, ചാടുക, മറിയുക, ചില പ്രത്യേക വസ്തുക്കളോട് താല്പര്യം കാണിക്കുക, വാശി കൂടുക, മേലോട്ട് കയറിയതായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പൊ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമയത്തിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. എന്താ അറിയോ? അംഗനവാടി 3 വയസ്സിലാണ് നമ്മൾ കുട്ടികൾ അംഗനവാടിയിലെ 3 വയസ്സിലെ കൊണ്ടാക്കുന്നത്. ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങളിൽ, ബംഗ്ലാദേശ് പോലത്തെ ദരിദ്ര രാജ്യങ്ങളിൽ, നമ്മൾ അതിനേക്കാൾ ഡെവലപ്പ് ആയ വലിയ ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ. MSW കഴിഞ്ഞ MPhil കഴിഞ്ഞ ആൾക്കാരാണ് അംഗനവാടി. ഞാൻ അംഗനവാടി ടീച്ചർമാർ കുറ്റം പറയില്ലോട്ടെ, ഞാൻ ഇവിടെ വന്ന് അംഗനവാടി ടീച്ചർമാർ താഴ്ത്തിക്കിട്ടെന്ന് പറയരുത്. എന്തുകൊണ്ടാണ്? ഇപ്പം TTC പഠിക്കുന്ന ടീച്ചർ സൈക്കോളജി പഠിക്കുന്നില്ലേ? ഇല്ലേ? സൈക്കോളജി ഇല്ലേ? TTC ചൈൽഡ് സൈക്കോളജി ഇപ്പോൾ സാധനമുണ്ട്. അംഗനവാടി ടീച്ചർമാര് 3 വയസ്സിലെ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് രക്ഷിതാവോട് പറഞ്ഞ് കൺസൾട്ട് ചെയ്ത് ചെറുപ്പത്തിലേ അത് മുളയിൽ എടുത്തു കളയുന്നതിനുള്ള പ്രാപ്തി നമുക്ക് നമ്പർ 1 കേരളത്തിനായിട്ടില്ല. ഇനി ബാക്കിയുള്ള സംസ്ഥാനത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇങ്ങനൊരു വിഷയമുണ്ട്. മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ നിങ്ങളൊക്കെ? ഇല്ലേ? ഞാൻ പല വീട്ടിൽ പോയി കഴിഞ്ഞാലും കുട്ടികളുടെ കയ്യിൽ 2 വയസ്സിന് മൊബൈൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും അവര് എത്രയും പെട്ടെന്ന് IT പഠിക്കട്ടുള്ള കാര്യങ്ങൾ. അവരെ IT പഠിക്കും, പക്ഷെ തലച്ചോറൊന്നും പഠിക്കാത്ത അവസ്ഥ വരും. 10 കൂട്ടാൻ പോലും ഇപ്പം കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് പോവാണ്. കാരണം ബ്രെയിന് മൊത്തം അതും ഒരു തലച്ചോറാണ്, ഇതൊരു തലച്ചോറാണ്. കൃത്രിമമായ തലച്ചോറിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് എല്ലാം കാൽക്കുലേറ്ററും മൊബൈലും എല്ലാ സാധനവും ഉണ്ടല്ലോ എല്ലാം നോക്കുന്നത്. പുറമെ മറ്റുള്ള ഒരുപാട് അഡിക്ഷൻസുകൾ.
അപ്പോ വിജിലന്റായി ജീവിച്ചൊരു കാര്യങ്ങളുള്ളൂ. ഇതൊരു ചെറിയ സബ്ജക്റ്റ് അല്ല, മണിക്കൂറുകളോളം സംസാരിക്കുന്ന സബ്ജക്റ്റ് ആണ്. നമ്മുടെ AEO മാത്രമല്ല, നമ്മുടെ BRCയുടെ ഒരു രക്ഷാധികാരി കൂടി വേണമെന്ന് പറയാം. ടീച്ചർ എപ്പോഴും നമ്മുടെ പ്രോഗ്രാം വിളിച്ചാലും വലിയ തിരക്കിലാണേലും ഓടി വന്ന് അതെന്താന്ന് കണ്ടു കേട്ട് രാവിലെ ടീച്ചർ 10:30 ആയപ്പോഴത്തേനും ഓഫീസിൽ നിന്ന് ഒരു ഓഫീസിലെ ഓഫീസർക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട് നമുക്കറിയാം. നമ്മൾ പോകാന്ന് വിചാരിച്ചാൽ ഇറങ്ങാൻ പറ്റാത്ത തിരക്കായിരിക്കും ആ ഒരു അരമണിക്കൂർ. ടീച്ചർ എന്നാലും 10:30 ആയപ്പോഴേക്ക് ഓടിയെത്തി. വൈകുന്നേരത്തെ ഫംഗ്ഷനിലും ടീച്ചറിനോട് പറഞ്ഞ ടീച്ചർ 2:45 ആകുമ്പോഴത്തേന് എത്തണമെന്ന് ടീച്ചറിന്റെ തിരക്കിനിടയിൽ നമ്മളോടുള്ള കരുതൽ ടീച്ചറിനെ സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന PPC സ്വാഗതം പറഞ്ഞ സ്മിത ടീച്ചർ, വിശിഷ്ട വ്യക്തിത്വമായ ദിനപ്രകാശ് സാറ്, മഞ്ജു ടീച്ചർ, പിന്നീട് BRCയിലെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ. രാവിലെ നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എങ്കിലും ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമുക്കറിയാം 2 മാസം കൊണ്ട് നമ്മൾ ഓടി നടക്കുകയായിരുന്നു. കലോത്സവവും ശാസ്ത്രമേളയും അങ്ങനെ ഔദ്യോഗികമായ ഒട്ടേറെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ വരാനും ഈ ഒരു കുട്ടികളുടെ പരിപാടി കാണാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ സാറേ. അത് മാറി, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഓരോ കുട്ടിയും പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുതലിലും തണലിലുമാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് നമ്മുടെ രക്ഷിതാക്കളെയോടാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്കും ഒന്ന് കാണാനും വരാനും ആസ്വദിക്കാനും ഒക്കെ ഈ ദിനം സാധിച്ചു. അതിനുപരി BRC BTC തലത്തിലുള്ള ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ വളരെയധികം നാളത്തെ ശ്രമത്തിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തിയത്. സ്മിത ടീച്ചർ പോലുള്ള ഒരു അധ്യാപകര് BRCയിലുണ്ട്. അവരുടെ ശ്രമഫലമായി നല്ല ഒരു പ്രോഗ്രാം നടത്താനും കാണാനും ഒക്കെ സാധിച്ചു. അപ്പോഴ് ഈ ഒരു പ്രോഗ്രാമിന് ഒട്ടേറെ പേരെ പരിചയപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. വളരെ സത്യസന്ധരായ കുട്ടികളാണ്. കാരണം ഇവിടെ ഇരുന്ന ഒരു മോൻ ഒരു പാട്ട് പാടി ഒരു അമ്മ തെറ്റിയപ്പോൾ കൊള്ളത്തില്ല, പോവാൻ തുടങ്ങി. അതൊക്കെ കുട്ടികളുടെ പ്രകൃതമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിനം ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം വളരെ കാര്യമായിട്ടും സന്തോഷകരമായിട്ടും ഇവിടെ ആഘോഷിക്കാൻ സാധിച്ചു. അതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ടുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഏറ്റവും അധികം നന്ദി പേരൻസിനോടാണെങ്കിലും നമുക്ക് ഈ പരിപാടി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സുമനസ്സുകളുണ്ട്. ഇപ്പം ദേവപ്രകാശ് സാറിനെ പോലുള്ള സാറുമാരൊക്കെ ഒട്ടേറെ സഹായങ്ങൾ കുട്ടികൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ എന്നും ഒരുമിച്ച് നിർത്താൻ, അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്കുള്ള ആവശ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളോട് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ ഇന്നത്തെ ഒരു ദിനം ഓരോരുത്തർക്കും മറക്കാനാവാത്ത ദിനമായി മാറട്ടെ. അവർക്ക് ഇനി ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് തരാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ദിനം എല്ലാവർക്കും സന്തോഷകരമായിരുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മക്കൾക്ക് അവരവർക്ക് യോജിച്ച തൊഴിൽ നേടാനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് ഒരുമിച്ച് നിന്ന് സാധിച്ചു കൊടുക്കാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാന വിതരണമാണ്. ഇപ്പൊ പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോ മക്കളുമാരായിട്ട് വന്ന് സമ്മാനം വാങ്ങിക്കുമ്പോ മറ്റുള്ളവരെന്തോ ചെയ്യണ്ടേ? എന്ത് വേണം? കൈയടിക്കണം. ഓരോരുത്തരുടെ പേര് വിളിക്കാം, ഓരോരുത്തരായിട്ട് വന്ന് സമ്മാനം വാങ്ങിക്കണം കേട്ടോ.